മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുമായി പാണ്ഡവന്മാർ നടത്തുന്ന സംവാദം എന്ന് വെച്ചാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് അതിപൗരാണികങ്ങളായ കഥകളും തത്വങ്ങളും മാർക്കണ്ഡേയ മഹർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതിന് ശ്രീകൃഷ്ണനും അതുപോലെ ശ്രീ നാരദ മഹർഷിയും ഈ സംവാദത്തിന് സാക്ഷികളായിട്ട് ശ്രോതാക്കളായിട്ട് അവിടെയുണ്ട്. അങ്ങനെ സരസ്വതീ ഗീത എന്ന് അറിയപ്പെടുന്ന താക്ഷ്യ സരസ്വതീ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് വൈവസ്വത മനുവിൻ്റെ കഥ ചോദിച്ചു. കാരണം ഈ മാർക്കണ്ഡേയ മഹർഷി അനേകം യുഗങ്ങൾ, അനേകം ചതുർയുഗങ്ങളും അനേകം മന്വന്തരങ്ങളും കണ്ടിട്ടുള്ളവനാണ്. അത്രയധികം ദീർഘകാലം ജീവിച്ചിരുന്ന ആളാണ്. അത്തരം ആളുകളോടാണല്ലോ, വലിയ കാരണവന്മാരോടാണല്ലോ നമ്മൾ കഥകളൊക്കെ ചോദിച്ചറിയേണ്ടത്. അങ്ങനെ ചോദിച്ചറിയുകയാണ്. വിവസ്വാൻ്റെ മകനാണ് വൈവസ്വതൻ. അദ്ദേഹം തപസ് കൊണ്ട് ഒരു മഹർഷിയെ പോലെ ആയിത്തീർന്നു. പ്രജാപതി സമദ്യുതി, പ്രജാപതിയെപ്പോലെയുള്ള തേജസ് അദ്ദേഹം നേടിയെടുത്തു. അതിതീവ്രമായ തപസ് ചെയ്തു. അത് വിശാല എന്ന് പേരുള്ളതായ ബദരികാശ്രമത്തിൻ്റെ ബദരിയാശ്രമ സമീപത്താണ് അദ്ദേഹം ആ തപസ് അനുഷ്ഠിച്ചത്. ഊർധ്വബാഹുർ വിശാലായാം ബദര്യാം സ നരാധിപാം തീവ്രം നേത്രയിൽ അന്വേഷൈർ ദൃഢം. കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടും ഒറ്റക്കാലിൽ നിന്നുകൊണ്ടും കൈകൾ മുകളിൽ കോപ്പി പിടിച്ചുകൊണ്ടും ആണ് തപസ് ചെയ്തത്. അങ്ങനെ തപസ് ചെയ്യുന്ന അദ്ദേഹത്തിന് തൻ്റെ മുന്നിൽ ഒഴുകുന്ന നദിയിൽ ഒരു മത്സ്യം പ്രത്യക്ഷമാകുന്നു. ആ മത്സ്യം അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരു ക്ഷുദ്ര മത്സ്യമാണ്, ബലവദ്ഭ്യോ ഭയം മമ, എന്നേക്കാൾ ബലം കൂടിയ മത്സ്യങ്ങൾ ഞാൻ ഭയപ്പെടുന്നു, അങ്ങ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ദുർബലം ബലവന്തോഹി മത്സ്യം വിശേഷത ആസ്വദന്തി സദാവൃത്തിർവിഹിതാന സനാതനി. സനാതനമായ ഒരു നിയമം ഈ ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് മത്സ്യങ്ങൾക്കിടയിൽ എന്താണ്, വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങിയിട്ടാണ് ജീവിക്കുക എന്നുള്ളത്. എന്നെ അങ്ങനെ മരണം സംഭവിക്കാതെ അങ്ങ് രക്ഷിക്കണമെന്ന് പറഞ്ഞു. രാജാവ് ഈ മഹർഷിയായിട്ടുള്ള തപസ്വിയായിരിക്കുന്ന ആ വൈവസ്വതൻ മനു ഈ മത്സ്യത്തെ തൻ്റെ കമണ്ഡലുവിലുള്ള ജലത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് രക്ഷിച്ചു. ആശ്രമത്തേക്ക് തിരിച്ചുപോയി. ആ മത്സ്യത്തോട് അദ്ദേഹത്തിന് പുത്രനിർവിശേഷമായ ഒരു വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായി. പുത്രവൽ സ്വീകരോ തസ്മേ മനുഭാവം വിശേഷത. അത് തപസ്വികളായ ആളുകൾക്ക്, ജ്ഞാനികൾക്ക് ഉള്ള ഒരു സവിശേഷതയാണ് ഭൂതദയ എന്ന് പറയുന്ന ഒരു നില. പക്ഷേ ആ കമണ്ഡലുവിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആ മത്സ്യം വളർന്ന് വലുതാവുകയും അപ്പോൾ അദ്ദേഹം ആ മത്സ്യത്തിനെ വസിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളം കണ്ടെത്തുകയും ആ കുളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. കുളത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആ മത്സ്യം വീണ്ടും വളർന്നു. അപ്പോൾ സമുദ്രപത്നിയായിട്ടുള്ള നദിയിലേക്ക്, ഗംഗാ നദിയിലേക്ക് വീണ്ടും കൊണ്ടുപോയി അതിൽ നിക്ഷേപിച്ചു. വീണ്ടും ഓരോ ഘട്ടത്തിലും ഈ മത്സ്യം അദ്ദേഹത്തോട് സംസാരിച്ചു, എനിക്ക് ഇവിടെ നിൽക്കുന്ന സ്ഥലം മതിയാകുന്നില്ല. ഒടുവിൽ സമുദ്രത്തിൽ തന്നെ കൊണ്ട് നിക്ഷേപിച്ചപ്പോൾ അതിനെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാരം കുറച്ചു. സുസ്പർശഗന്ധ സുഖം ഉണ്ടാക്കി എന്നാണ്. നല്ല സ്പർശന സുഖം, ഗന്ധം ഒക്കെ തൻ്റെ ദിവ്യമായ ശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മത്സ്യമെന്നാണ്. രാജാവിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സമുദ്രത്തിൽ ചെന്ന സമയത്ത് അവിടെ വെച്ച് പറഞ്ഞു, അങ്ങ് എന്നെ രക്ഷിച്ചതിനാൽ ഞാൻ അങ്ങക്ക് ഒരു ഹിതം ചെയ്യാം. എന്താണ്? ഈ കാണാകുന്ന സ്ഥാവര ജംഗമങ്ങളാകുന്ന പ്രപഞ്ചം മുഴുവൻ ഏതാനും ദിവസങ്ങൾക്കകം പ്രളയജലത്തിൽ മുങ്ങിപ്പോകും, എല്ലാം ലയിച്ചു പോകും, അങ്ങ് ബാക്കിയാകും. അപ്പോൾ ബ്രാഹ്മണർ പറയുന്നതായ സസ്യങ്ങളുടെ വിത്തുകളെല്ലാം അങ്ങ് ശേഖരിച്ച് ഒരു തോണി തയ്യാറാക്കി ആ തോണിയിൽ കയറി അതിൽ സപ്തഋഷികളെ 7 ഋഷിമാരെയും ചേർത്ത് സഞ്ചരിക്കണം. അങ്ങക്ക് ആ വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടി വരില്ല. അതിന് വേണ്ടുന്ന കയറും കയ്യിൽ കരുതണം ആ തോണി കെട്ടിയിടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്നെ ധ്യാനിച്ചാൽ ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മത്സ്യം അവിടെ അന്തർധാനം ചെയ്തു. പിന്നീട് ഈ പറഞ്ഞതുപോലെ പ്രളയജലം പൊങ്ങി വന്നു. ഇദ്ദേഹം ആ ശേഖരിച്ച വിത്തുകളുമായി തോണിയിൽ സഞ്ചരിച്ചു. മഹർഷിമാരെ കണ്ടെത്തി, മഹർഷിമാരെ അതിൽ കയറ്റി. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ധ്യാനിച്ചപ്പോൾ ആ മഹാമത്സ്യം പ്രളയജലത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ആ മത്സ്യത്തിൻ്റെ ശിരസ്സിലുള്ള കൊമ്പ് ഒരു ശൃംഗം
അതിൽ ആ തോണി കെട്ടിയിട്ട് ഈ തോണിയെ വലിച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ മത്സ്യം. അനേകം വർഷം ഇങ്ങനെ സഞ്ചരിച്ച് ഒടുവിൽ ഹിമാലയ സാനുക്കളിൽ ചെന്ന ഹിമാലയത്തിലെ ചില ശൃംഗങ്ങൾ വെള്ളത്തിൽ മുങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ശൃംഗത്തിൽ ഈ തോണി ബന്ധിക്കുകയാണ്. അങ്ങനെ ആ ശൃംഗത്തിന് നൗബന്ധനം എന്ന പേര് വന്നു. മാർക്കണ്ഡേയ മഹർഷി പറയുന്നു, രാജാവേ, ഇപ്പോഴും ആ നൗബന്ധനം എന്ന ശൃംഗം ഹിമാലയത്തിലുണ്ട് എന്ന് പറഞ്ഞു. അനിമേഷനായ കണ്ണ് ഇമവെട്ടാത്തതായ ആ മത്സ്യം മഹർഷിമാരോടും ഈ വൈവസ്വതനോടുമായിട്ട് പറഞ്ഞു, അഹം പ്രജാപതിർ ബ്രഹ്മ മത്പരം നാധിഗമ്യതേ, ഞാൻ പരംബ്രഹ്മൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് പ്രജാപതി, എന്നേക്കാൾ വലുതായിട്ട് മറ്റൊന്നും, എനിക്കും മുകളിലായിട്ട് മറ്റൊരു ശക്തിയുമില്ല, ഞാൻ തന്നെയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത്. മനുണാച പ്രജാഹ സർവാഹ സദേവാസുര മാനുഷാഹ സ്രഷ്ടവ്യാ സർവലോകാശ്ച യച്ചേങ്കം യച്ചനേങ്കതി. ഈ മനുവാണ് ഭാവിയിലുള്ള പ്രജകളെ, ജീവജാലങ്ങളെയൊക്കെ തന്നെ സൃഷ്ടിക്കേണ്ടത്. ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരുമാകുന്ന സൃഷ്ടിക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അദ്ദേഹമാണ്. അതിന് തീവ്ര തപസ് കൊണ്ട് അദ്ദേഹം അത് ചെയ്യാനുള്ളതായ പ്രതിഭയെ നേടിയിരിക്കുന്നു. എൻ്റെ പ്രസാദം കൊണ്ട് അതിൽ അദ്ദേഹത്തിന് മോഹമുണ്ടാവുകയില്ല, എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള മൗഢ്യം വരികയില്ല, അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ മത്സ്യം അന്തർധാനം ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ സാക്ഷാൽ പരമാത്മസ്വരൂപനായ ഭഗവാന്റെ ഒരു അവതാരമാണ് മത്സ്യാവതാരം. ഈ വൈവസ്വത മനുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ നേതാവായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ രാജാവായിട്ട്, ആ പുതുതായിട്ട് ജനിക്കുന്ന പ്രജകളുടെ പ്രജാപതിയായിട്ട് അദ്ദേഹം അവരോസിച്ചു എന്നാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ കഥ പറഞ്ഞു നിർത്തിയ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, മാർക്കണ്ഡേയ മഹർഷി, അങ്ങ് ആയിരക്കണക്കിന് യുഗങ്ങൾ കണ്ടവനാണ്, അങ്ങയുടെ പ്രായത്തിലുള്ള ഒരാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ അത് ബ്രഹ്മാവ് മാത്രമാണ്. പ്രളയത്തിൽ അങ്ങും ബ്രഹ്മാവും മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അങ്ങ് ആ ബ്രഹ്മാവിനെ ഭക്തി പുരസ്സരം പൂജിച്ചു. ആ സമയത്ത് ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കേട്ടിട്ടുണ്ട്. ആ ജലത്തെ വായുവിനെ കൊണ്ട് വിക്ഷേപം ചെയ്ത് വെള്ളത്തെ പല സ്ഥലങ്ങളിലാക്കി അതിനെ വിഭജിക്കുകയും ചില സ്ഥലങ്ങളിൽ അത് ഉറച്ച കെട്ടിയായിട്ട് കരയായിട്ട് മാറി, അങ്ങനെ ചില സ്ഥലങ്ങളിൽ കരയും ചില സ്ഥലങ്ങളിൽ വെള്ളവുമായിട്ട് ഈ ഭൂമിയൊക്കെ ഉണ്ടായി. ആ ഭൂമിയിൽ ബ്രഹ്മാവ് ചതുർവിധങ്ങളായ സൃഷ്ടികൾ നടത്തി. ചതുർവിധ സൃഷ്ടി എന്ന് വെച്ചാൽ ജരായുജം, അണ്ടജം, സ്വേദജം, ഉദ്ഭിജം. പ്രസവിച്ച് ഒരു ശരീരത്തിൽ നിന്ന് പ്രസവിച്ചുണ്ടാകുന്ന ജീവികൾ, മുട്ടയിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്നവ, വിയർപ്പിൽ നിന്നുണ്ടാകുന്ന ശരീരത്തിലുള്ള ഈ പേൻ മുതലായിട്ടുള്ള ജീവികളും, അതുപോലെ ഈ വൃക്ഷങ്ങളിൽ അവയുടെ വിയർപ്പിനെ ആഗിരണം ചെയ്ത് വളരുന്നതായിട്ടുള്ള ചില ഈ കൂണ് അതുപോലെയുള്ള ജീവികൾ. ഉദ്ഭിജം എന്ന് പറയുന്നത് ഈ തഴുത്ത് വളരുന്നത്, വൃക്ഷങ്ങളെപ്പോലെ മുള പൊട്ടി അതിൽ നിന്നുണ്ടാകുന്നവ. ഇങ്ങനെയുള്ള 4 തരം സൃഷ്ടികളെയൊക്കെ തന്നെ ബ്രഹ്മാവ് ഉണ്ടാക്കി. അതൊക്കെ അങ്ങ് കണ്ണുകൊണ്ട് കണ്ട ആളാണ്. അങ്ങ് തപസ്സുകൊണ്ട് പ്രജാപതിമാരെ പോലും ജയിച്ചവനാണ്. അങ്ങ് സാക്ഷാൽ ശ്രീനാരായണനോടൊപ്പം അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ദർശിക്കുകയും പൂജിക്കുകയും ചെയ്തു. ധ്യാനം കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള തപസമാധി യോഗങ്ങളെ കൊണ്ട് ധ്യാനം കൊണ്ട് ഹൃദയകമലത്തിൻ്റെ കർണികയെ ഉദ്ധരിച്ചു. അങ്ങനെയാണ് ധ്യാനത്തിൻ്റെ ക്രമം പറയുന്നത്. ഹൃദയമാകുന്ന പുണ്ടരീകം, ഹൃത്പുണ്ടരീകം, അന്തസ്ഥം, ഊർധ്വനാളം, അധോമുഖം, താഴോട്ട് താഴ്ന്നു നിൽക്കുന്നതായ ആ ഹൃദയമാകുന്ന താമര പുഷ്പത്തെ ധ്യാനം കൊണ്ട് അതിനെ ഊർധ്വമുഖമാക്കി തീർത്ത് അതിൻ്റെ കർണികയിൽ ഭഗവാന്റെ ദിവ്യസ്വരൂപത്തെ ധ്യാനിക്കുക എന്ന സമ്പ്രദായമാണ് ഭക്തിയോഗത്തെ അനുഷ്ഠിച്ച് വരാറുള്ളത്. അങ്ങ് അതുപോലെ ചെയ്ത് യോഗദൃഷ്ടിയെ കൊണ്ട് ആ ഹൃത്കമലത്തിൻ്റെ കർണികയിൽ രത്നാലങ്കാര യോഗാഭ്യാം എന്ന് വെച്ചാൽ അഭ്യാസ വൈരാഗ്യങ്ങൾ എന്നാണ് അർത്ഥം. അതിനെ ഒരു ആലങ്കാരികമായിട്ട് അതിനെ പ്രയോഗിക്കുകയാണ്. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് ഭഗവാനെ ദർശിച്ചു. അങ്ങനെ അദ്ദേഹം അങ്ങ് അജരാമരനായി തീർന്നു. അപ്പോൾ അങ്ങക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. ഭൂതം, ഭവ്യം, ഭവിഷ്യത്തും ഒക്കെ തന്നെ അങ്ങേക്ക് അറിയാം. അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി ആ സൃഷ്ടിസ്ഥിതി ലയങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയാണ്, ഹന്തതേ വർണ്ണയിഷ്യാമി നമസ്കൃത്വാ സ്വയംഭുവേ പുരുഷായ പുരാണ ആയ ശാശ്വതായ അവ്യയായ ച
വ്യാസൻ്റെ പല കൃതികളിലും ശ്രീമദ് ഭാഗവതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹന്തതേ കഥയിഷ്യാമി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതാ അങ്ങേക്ക് പറഞ്ഞു തരാം ഹന്ത എന്ന് തുടങ്ങുന്നതായ വിവരണങ്ങൾ വ്യാസൻ്റെ ഒരു ശൈലിയാണ്. സ്വയംഭൂവിനെ ഭഗവാനെ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ആ പുരുഷനും പുരാണനുമായ ശാശ്വതനും അവ്യയനുമായ സാക്ഷാൽ ശ്രീനാരായണനെ ധ്യാനിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. ആ ഭഗവാനാണ് എല്ലാറ്റിനും കാരണം. സ ഏഷ പുരുഷവ്യാഘ്ര പീതവാസ ജനാർദ്ദന ഏഷ കർത്താ വികർത്താ ച ഭൂതാത്മാ ഭൂതകൃത് പ്രഭു. ആ ഭഗവാനാണ് വാസ്തവത്തിൽ മഞ്ഞപ്പട്ടുടുത്ത ജനാർദ്ദനായിരിക്കുന്ന ഭഗവാനാണ്. ഏഷ കർത്താ, അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ശ്രീകൃഷ്ണനെ ചൂണ്ടിയിട്ടാണ് മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്, ഇതാ ഇവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവ്. വികർത്ത, ഇദ്ദേഹത്തിൻ്റെ കർത്താവിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനും ഉപരിയായിട്ട് ഇദ്ദേഹത്തെ ഉണ്ടാക്കുന്ന മറ്റൊരു കർത്താവില്ല. ഇദ്ദേഹം സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് വെച്ചാൽ സ്വയം ഭവതി ഇത് സ്വയംഭൂ, സ്വയം ജനിച്ചവനാണ്, അല്ലെങ്കിൽ ഒരിക്കലും ജനിക്കാത്തവനും മരിക്കാത്തവനുമാണ്. അങ്ങനെയുള്ള ഈ ജനാർദ്ദന ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. അദ്ദേഹം ഭൂതാത്മാവാണ്, ഭൂതകൃത്താണ്, എല്ലാറ്റിനും പ്രഭുവാണ്. അനാദിനിധനം ഭൂതം വിശ്വം അവ്യയം അക്ഷയം ഏഷ കർത്ത ന ക്രിയതേ കാരണം ചാപി പൗരുഷേ. പുരുഷാർത്ഥങ്ങൾ നേടാനുള്ള കാരണവും മോക്ഷാദികൾ നേടാനുള്ള കാരണവും ഈ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം അനാദിനിധനാണ്, ജനനവും മരണവും ഇല്ലാത്ത അവ്യയമായ വസ്തുവാണ്. ആ ഭഗവാന്റെ കർമ്മം കൊണ്ട് കൃതി കൊണ്ടാണ് കാലം ഉണ്ടായത്. ആ കാലത്തിൻ്റെ വിഭജനമാണ് യുഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗത്തിന് 4000 വർഷങ്ങളാണ്. 4000 വർഷം കൃതയുഗം കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ 400 വർഷം യുഗസന്ധ്യ ആണ്. അതായത് ത്രേതായുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു യുഗസന്ധി അവിടെ ഉണ്ടാകുന്നതിന് 400 വർഷമാണ്. പിന്നീട് 3000 വർഷക്കാലം ത്രേതായുഗം, 300 വർഷക്കാലം അതിൻ്റെ സന്ധ്യ. പിന്നെ 2000 വർഷക്കാലം ദ്വാപരയുഗം, 200 വർഷക്കാലം അതിൻ്റെ യുഗസന്ധ്യ. പിന്നീട് 1000 വർഷക്കാലം കലിയുഗം, 100 വർഷക്കാലം യുഗസന്ധ്യ. പിന്നെ ഈ സന്ധ്യയോടൊപ്പം തന്നെ സന്ധ്യാംശം എന്ന് പറയുന്ന കുറച്ച് വർഷങ്ങൾ അതിൻ്റെ കൂടെ ചേരും. എല്ലാം ചേരുന്ന സമയത്ത് ആകെ യുഗങ്ങളുടെ മാനം എന്ന് പറയുന്നത് 10000 വർഷവും അതുപോലെ 2000 വർഷം യുഗസന്ധ്യയും സന്ധ്യാംശവും ചേർന്ന് 2000, അങ്ങനെ 12000 വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ഉദ്ദേശിച്ചത് 12000 വർഷം എന്ന് പറഞ്ഞത് ദിവ്യവർഷങ്ങളാണ് എന്ന് പുരാണങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഭാഗവതത്തിലും മറ്റും 12000 ദിവ്യ സംവത്സരങ്ങൾ മനുഷ്യവർഷങ്ങളല്ല. മനുഷ്യവർഷങ്ങളാകുമ്പോൾ അതിനെ 360 കൊണ്ട് ഗുണിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കലിയുഗത്തിൻ്റെ വർഷം തന്നെ 4,32,000 വരും എന്നാണ് ഭാഗവതം അനുസരിച്ചുള്ള കണക്ക്. പക്ഷേ മഹാഭാരതത്തെ പ്രമാണമായിട്ട് അംഗീകരിക്കുന്ന ആളുകൾ കലിയുഗത്തിൻ്റെ കാലഘട്ടം എത്രയാണ്? 1000-ഉം പിന്നെ ഒരു 100-ഉം 1100, ഏകദേശം 1200 വർഷങ്ങളാണ് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വിവരണങ്ങളെയൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് അതെന്തോ ആകട്ടെ, ഏതായാലും ഇങ്ങനെ ഒരു ചതുർയുഗം, 4 യുഗങ്ങളും ചേർന്ന ചതുർയുഗം, ഇങ്ങനെയുള്ള 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. ആ പകൽ കഴിഞ്ഞാൽ ബ്രഹ്മാവ് സമാധിയിലേക്ക് പോകും, ബ്രഹ്മാവ് ഉറക്കത്തിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ പ്രളയത്തിൽ എല്ലാം നശിച്ചു പോകുന്നത്, ബ്രഹ്മാവ് ലയിച്ചു ചേരുന്നത്. ചതുർയുഗത്തിൽ 1000 ചതുർയുഗം എന്ന് പറയുന്ന സമയത്ത് അതിൽ 14 മന്വന്തരങ്ങൾ വരും. ഒരു മന്വന്തരത്തിൻ്റെ കാലയളവ് 71 ചതുർയുഗങ്ങളും കുറച്ചധികവും ഉണ്ടാവും. അപ്പോൾ 71-നെ നമ്മൾ 14 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ 994 അതാണ്. കുറച്ച് സാധികാം ഹേകസപ്തതിയും, ഏകസപ്തതിയേക്കാൾ 71-നേക്കാൾ കുറച്ചധികമാണ് ഒരു ചതുർയുഗം ഒരു മന്വന്തരത്തിലുണ്ടാവുക. അങ്ങനെ 14 മന്വന്തരങ്ങൾ കഴിയുമ്പോഴാണ് പ്രളയമുണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ബ്രഹ്മപ്രളയം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ നിദ്രയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം നിദ്രയിൽ നിന്ന് ഉണർന്ന് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു എന്നാണ് ഈ നമ്മുടെ ഒരു കാലഗണനയുടെ സങ്കല്പം. ഈ ഓരോ കലിയുഗത്തിൽ എന്ത് സംഭവിക്കും? കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ മനുഷ്യരൊക്കെ തന്നെ മിഥ്യാവാദികളായിത്തീരും, കള്ളം മാത്രം പറയുന്നവരായിത്തീരും, കള്ളം മാത്രം പ്രവർത്തിക്കുന്നവരായിത്തീരും. കള്ളപ്പറയും ചെറുനാഴിയും ഒക്കെ തന്നെ ധാരാളമായിട്ടുണ്ടാകും. യജ്ഞം, ദാനം, വ്രതം മുതലായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നശിച്ചു പോകുമോ? പൂർണ്ണമായിട്ട് നശിക്കില്ല, അവ ഗൗണമായിട്ടുണ്ടാകും. യജ്ഞപ്രതിനിധി, ദാനപ്രതിനിധി, വ്രതപ്രതിനിധി,
ഇവയുണ്ടാകും. എന്ന് വെച്ചാൽ പേരിന് അതിൻ്റെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാകും. പൂർണ്ണമായി നശിക്കില്ല, പക്ഷേ ഒരു 99% എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നശിച്ചു പോകും, ബാക്കി അല്പം അവിടെ ബാക്കിയുണ്ടാകും. വീണ്ടും അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഒരു വിത്ത് അവിടെ കാണും നമ്മുടെ സമൂഹത്തിൽ എന്നാണ്. പിന്നെ എന്ത് സംഭവിക്കും? മനുഷ്യരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരും. ബ്രാഹ്മണാ ശൂദ്രകർമാണ തഥാ ശൂദ്രാ ധനാർജകാഹ ക്ഷത്രധർമ്മേണ വാപ്യത്ര വർത്തയന്തി ഗതേ യുഗേ. ഈ കലിയുഗാവസാനത്തിൽ ബ്രാഹ്മണരൊക്കെ ശൂദ്രകർമ്മങ്ങൾ ചെയ്യും, ശൂദ്രന്മാർ ധനാർജനം, ധനസമ്പാദനം എന്ന വൈശ്യന്മാരുടെ കർമ്മം ചെയ്യും. ക്ഷത്രധർമ്മേണ, അതുപോലെ ശൂദ്രന്മാർ തന്നെ ക്ഷത്രിയൻ്റെ ധർമ്മം ചെയ്യും. ഇങ്ങനെ ഈ വർണ്ണധർമ്മങ്ങൾ ചാതുർവർണ്ണമൊക്കെ തന്നെ അന്യോന്യം പരസ്പരം മിശ്രണമായിട്ട് സംഭവിക്കും. വർണ്ണസാങ്കര്യം വന്ന് കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. നിവൃത്തയജ്ഞ സ്വാധ്യായ ദണ്ഡാജന വിവർജിതാഹ ബ്രാഹ്മണാഹ സർവഭക്ഷാച്ച. ബ്രാഹ്മണർക്കാണ് ഏറ്റവും അധപ്പതനം സംഭവിക്കുക. എന്താണ്? യജ്ഞവും സ്വാധ്യായവും അവർ ചെയ്യില്ല, ദണ്ഡവും കൃഷ്ണാജനവും അവർ ഉപയോഗിക്കുകയില്ല. സർവഭക്ഷാച്ച, അവർ എല്ലാം കിട്ടിയതൊക്കെ കഴിക്കുന്നവരായിട്ട് മാറും. ഭവിഷ്യന്തി കലയുകേ. പിന്നെയോ അജപാ ബ്രാഹ്മണാസ്താത ശൂദ്ര ജപപരായണാഹ. ബ്രാഹ്മണർ ജപം ഉപേക്ഷിക്കും, ശൂദ്രന്മാർ ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ്. ഈ വരിയെ തർജ്ജമ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അജപാഹ ബ്രാഹ്മണാസ്താത എന്ന വരി അദ്ദേഹം തർജ്ജമ ചെയ്തിട്ട് ആടുമേക്കും ബ്രാഹ്മണരും എന്ന് തർജ്ജമ ചെയ്തു, തെറ്റായി തർജ്ജമ ചെയ്തു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപമുണ്ട്. അജപാഹ എന്ന് വെച്ചാൽ എന്ന ഉപസർഗം ജപാഹ, അജപാഹ ജപം ഇല്ലാത്തവർ എന്നാണ് അർത്ഥം. അജപാഹ, പാഹ അജ കൂട്ടണം പാ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അജത്തെ പാലിക്കുന്നവർ. അപ്പോൾ ബ്രാഹ്മണർ ആടുകളെ മേച്ച് നടക്കും എന്ന് അദ്ദേഹം വിവർത്തനം ചെയ്തു എന്നാണ് ഒരു ആക്ഷേപം. പക്ഷേ എൻ്റെ കയ്യിലുള്ള കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തർജ്ജമ ചെയ്തതായ നാഷണൽ ബുക്ക് സ്റ്റാൾ ഇറക്കിയതായ പുസ്തകത്തിൽ 81 എഡിഷനാണ്, അതിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വെറുതെ ഒരു ആക്ഷേപം ആരോ കെട്ടിച്ചമച്ചതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളിൽ ചില അനവധാനതകൾ കടന്നുകൂടിയിട്ടുണ്ട്, ചില അശ്രദ്ധ കൊണ്ട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ശ്ലോകത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കില്ല. ആ ആക്ഷേപം എന്താണ്, അതിന് അടിസ്ഥാനമില്ല എന്നിവിടെ അറിയിക്കട്ടെ. ബഹവോ മ്ലേച്ഛരാജാനോ പൃഥിവ്യം അനുജാധിപ. മ്ലേച്ഛരാജകന്മാരാണ് കൂടുതലായിട്ട് ഭൂമിയെ അടക്കി ഭരിക്കുക. മ്ലേച്ഛന്മാരായിട്ടുള്ള ആളുകൾ, ഒരു സംസ്കാരമില്ലാത്ത ആളുകൾ ഈ ലോകത്ത് അവർക്കാണ് ആധിപത്യം വന്നു ചേരുക ഈ കലിയുഗത്തിൻ്റെ അവസാനം എന്നാണ്. ബ്രാഹ്മണരെ ശൂദ്രന്മാർ ഭോ എന്ന് സംബോധന ചെയ്യും, ബ്രാഹ്മണർ ശൂദ്രന്മാരെ ആര്യ എന്ന് സംബോധന ചെയ്യും. എന്ന് വെച്ചാൽ വിപരീതമായിട്ട് ഉള്ള ആദരവ് ഒക്കെ വിപരീതമായിട്ട് മാറും. രസാശ്ച മനോവ്യാഘ്രാനർത്ഥ സ്വാദുയോഗിന. ഭക്ഷണത്തിനൊന്നും ഒരു സ്വാദും ഉണ്ടാവുകയില്ല. ബഹുപ്രജാ ഹ്രസ്വദേഹാ ശീലാചാര വിവർജിതാഹ മുഖേ ഭഗാഹ സ്ത്രീയോ രാജൻ ഭവിഷ്യന്തി യുഗക്ഷയേ. ധാരാളം സന്താനങ്ങളുണ്ടാവുകയും ആ സന്താനങ്ങളൊക്കെ തന്നെ വലുപ്പം കുറഞ്ഞവരായിരിക്കുകയും എല്ലാ ആളുകളും ശീലവും ആചാരവും ഉപേക്ഷിച്ചവരായിരിക്കുകയും മുഖേ ഭഗാഹ സ്ത്രീയ സ്ത്രീകളുടെ ലൈംഗികാവയവം വായ ആയിരിക്കും എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു വ്യാഖ്യാനം ലൈംഗികമായ വാക്കുകൾ, വ്യഭിചാര സംബന്ധമായ വാക്കുകളൊക്കെ അവർ തുറന്ന് പറയും എന്ന ഒരു അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖേ ഭഗാഹ എന്ന് വെച്ചാൽ ഭഗം എന്ന് വെച്ചാൽ ലൈംഗികാവയവം, യോനി എന്ന അർത്ഥമുള്ളത് കൊണ്ട് യോനിക്ക് പകരമായിട്ട് അവർ കാമ ലാലസരായിട്ട് വദനസുരതം മുതലായിട്ടുള്ള ലൈംഗിക ക്രിയകളിൽ സ്ത്രീകൾ ഏർപ്പെടും എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനൊരു പദമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ കലിയുഗത്തിൽ സർവ്വസാധാരണമായി തീരും എന്നർത്ഥം. അഷ്ടശൂലാ ജനപദാഹ ശിവശൂലാ ചതുഷ്പഥാഹ കേശശൂലാഹ സ്ത്രീയോ രാജൻ ഭവിഷ്യന്തി യുഗക്ഷയേ. അന്നം വിൽക്കുന്ന കേന്ദ്രങ്ങളുണ്ടാകും കലിയുഗത്തിൻ്റെ അവസാനം. അതുപോലെ ബ്രാഹ്മണർ മംഗളകാര്യങ്ങൾ വിൽക്കുക, വൈദിക കർമ്മങ്ങളെ ദക്ഷിണയ്ക്ക് വേണ്ടി, ധനത്തിന് വേണ്ടി വിൽക്കുന്നവരായി തീരും. സ്ത്രീകൾ ശരീര വിൽപ്പന നടത്തി ജീവിക്കുന്നവരായിട്ട് മാറും. കരഭാരഭയാത് ഭീതാഹ ഗൃഹസ്ഥാഹ പരിമോഷകാഹ. നികുതിയുടെ ഭാരം താങ്ങാൻ പറ്റാതെ ഗൃഹസ്ഥന്മാർ മോഷ്ടാക്കളായിട്ട് മാറും. മുനിച്ഛത്മാഗതി ഛന്നാഹ വാണിജ്യമുപജീവിനഹ. മുനിമാരൊക്കെ തന്നെ ഛദ്മവേഷികളായിട്ട്, അത് വേഷം മാറി നടക്കുന്ന മുനിമാർ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മുനിമാരല്ല, ഉപജീവനത്തിന് വേണ്ടി മുനിമാരായിട്ടും സന്യാസിമാരായിട്ടും കപടവേഷം കെട്ടി നടക്കുന്നവരും
അങ്ങനെ അവർ വണിക്കുകളായിട്ട് വ്യാപാരികളായിട്ടും മാറും. മിഥ്യാച നഖരോമാണി ധാരയന്തി തഥാദ്വിജാഹ. ബ്രാഹ്മണർ നഖവും മുടിയുമൊക്കെ നീട്ടി വളർത്തി നടക്കും. ഇതൊക്കെ ധർമ്മവിരുദ്ധമാണ് എന്നർത്ഥം. സമയത്ത് മഴ പെയ്യാതെയാകും, അതുപോലെ സസ്യങ്ങൾ വളരാതെയാകും. ധർമ്മിഷ്ഠരായ രാജാക്കന്മാർ പേരിന് മാത്രം ഉണ്ടാകും, പക്ഷെ അവരും അല്പായുസ്സായിത്തീരും, അവരുടെ ഭരണവും അല്പായുസ്സായിരിക്കും. അധർമ്മികളായ ആളുകൾക്ക് ദീർഘായുസ് വരികയും ചെയ്യും. ധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ ആ ബാങ്കിൽ നിക്ഷേപിച്ച ധനം മനുഷ്യർക്ക് തിരിച്ചു കിട്ടുകയില്ല. അതൊക്കെ സമർത്ഥന്മാരായിട്ട് ആളുകൾ അതൊക്കെ അപഹരിച്ചു കൊണ്ടുപോകും. അങ്ങനെ ആളുകൾ നിരാശരായിട്ട് ധനം നഷ്ടപ്പെട്ട് കഴിയേണ്ടി വരും. മാംസം ഭക്ഷിക്കുന്ന ജീവികൾ, ഹിംസ്ര ജീവികൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇഷ്ടം പോലെ ഇറങ്ങി നടന്ന് ആളുകളെ ഉപദ്രവിക്കും. ഇന്ന് കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ സപ്തവർഷ അഷ്ടവർഷാശ്ച സ്ത്രീയോ ഗർഭധരാ നൃപ. 7-8 വയസ്സുള്ള സ്ത്രീകൾ ഗർഭിണികളായിത്തീരും. 10-12 വർഷാണം പുംസാം പുത്ര പ്രജായത്തെ. 10-12 വയസ്സുള്ള പുരുഷന്മാർ പിതാക്കളായി മാറും, അവർക്ക് കുട്ടികൾ ജനിക്കുകയും ചെയ്യും. 16 വയസ്സിൽ തന്നെ മനുഷ്യർക്ക് മുടി നരക്കാൻ തുടങ്ങും, വാർദ്ധക്യം ബാധിക്കും, ആയുസ്സും കുറയും. തരുണന്മാരൊക്കെ, യുവാക്കളൊക്കെ തന്നെ വൃദ്ധന്മാരുടെ സ്വഭാവത്തെ കാണിക്കും. തദ്വൃദ്ധേഷു പ്രജായത്തെ. തരുണാനാം ക്ഷീരം തദ്വൃദ്ധേഷു പ്രജായത്തെ. യുവാക്കളിൽ കാണേണ്ടതായ ഗുണങ്ങളും സ്വഭാവങ്ങളൊക്കെ തന്നെ വൃദ്ധന്മാരാണ് കാണിക്കുക. വൃദ്ധന്മാരായ ആളുകൾ സ്ത്രീപീഡകന്മാരായിട്ടൊക്കെ വരും, ആർത്തി പിടിച്ചവരായിട്ട് മാറി അങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്യും. ഭർത്താക്കന്മാരെ വിട്ടുകൊണ്ട് സ്ത്രീകൾ ഭൃത്യന്മാരെ സ്വീകരിക്കും, ചിലപ്പോൾ മൃഗങ്ങളെയും സ്വീകരിക്കും. ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച്, കലിയുഗത്തെക്കുറിച്ച് പറയുന്ന ഭവിഷ്യവാണികളാണ് എന്നർത്ഥം. ഇങ്ങനെ ഒരു ഈ യുഗങ്ങളൊക്കെ കഴിഞ്ഞ് 1000 ചതുരയുഗങ്ങൾ കഴിഞ്ഞാൽ പ്രളയമുണ്ടാകും. ആ പ്രളയത്തിൻ്റെ ഗതി എന്താണ്? പ്രളയത്തിലാണ്, ഈ പ്രളയജലത്തിൽ വെച്ചാണ് മാർക്കണ്ഡേയ മഹർഷി ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ ദർശിച്ചതും ഭഗവാനിൽ നിന്നും ഉപദേശം നേടിയതും എന്ന കാര്യമാണ് തുടർന്ന് അദ്ദേഹം വിവരിക്കുന്നത്.